തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ സീറ്റ് വർധന ലക്ഷ്യമിട്ട് മിഷൻ 2025യുമായി BJP 10,000 സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടിയുടെ ആഹ്വാനം. തെരഞ്ഞെടുപ്പിനായി 150 ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, യഥാർത്ഥത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഗേറ്റാണല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ കാര്യമായി പെർഫോം ചെയ്യാൻ തന്നെ BJPയിൽ തീരുമാനമായി എന്നാണോ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധ്യക്ഷ പദവിയിൽ നടക്കുന്ന ആദ്യത്തെ മാറ്റമാണോ ഇത്? തീർച്ചയായും SKN അങ്ങനെ തന്നെയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അതാണ് അദ്ദേഹം കാര്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മിഷൻ 2025 എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 ഇരട്ടി സീറ്റ് വർധന കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രവർത്തകരോട്. 21,865 വാർഡുകളിൽ 10,000 സീറ്റുകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 1,600 സീറ്റുകൾ കിട്ടിയിടത്താണ് 10,000 സീറ്റുകൾ ലക്ഷ്യമിടാൻ നിർദ്ദേശമുള്ളത്. തെരഞ്ഞെടുപ്പിനായി 150 ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോദി സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, അതിൻ്റെ അർഹരായ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അറിയുന്നതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി പുറത്തിറക്കുകയാണ്. ഇദ്ദേഹം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു ടെക്സാവിയായ അധ്യക്ഷനായിരിക്കും, അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. വാർഡ് തലത്തിൽ ഒരു ഇൻചാർജ് ഉണ്ടാകും, ഡെപ്യൂട്ടി ഇൻചാർജ് ഉണ്ടാകും, 3 വികസിത കേരളം വോളണ്ടിയർമാർ ഉണ്ടാകും. ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും പഴയതിൽ നിന്നും വളരെ വലിയ വ്യത്യാസം BJPക്ക് ഉണ്ടായിരിക്കുന്നു. അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന രീതിക്കും ഉണ്ടായിട്ടുണ്ട്.